ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്നും ഞാനൊരു പായസം റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഓണമൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും പായസം അടുപ്പിച്ചിടുന്നത്. അപ്പോൾ ഇത് ഒരു വെറൈറ്റി പായസമാണ്, പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ബ്രെഡും പാലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ബ്രെഡ് പായസമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്യണം. അപ്പോൾ സ്റ്റൗ ഓൺ ചെയ്യുക. എന്നിട്ട് ഇത് ഒന്ന് മെൽറ്റ് ആവണം, അലിഞ്ഞ് വരണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു തവി വെച്ചിട്ട് ഇളക്കി കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും. അതായത് ഈ പഞ്ചസാര അലിഞ്ഞ് സിറപ്പായിട്ട് പിന്നെ അതിൻ്റെ കളറ് മാറും. കളറ് നല്ല ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മളിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കാരമലൈസ് ചെയ്യണം. അപ്പോൾ അതാ ഇപ്പോൾ അത് കുറച്ച് കട്ട ആയിട്ടുണ്ട്. ഇനി അത് അലിഞ്ഞ് വരും, പിന്നെ അതിൻ്റെ കളറ് മാറും. അങ്ങനെയാണ് കാരമൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുത്ത് ഇത് ചെയ്യാം. പിന്നെ ഫ്ലെയിം മീഡിയം ലോയിലായിരിക്കണം, അല്ലെങ്കിൽ ഇത് കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കളർ മാറാൻ തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾ ഫ്ലെയിം ഒന്ന് സിമ്മാക്കുക. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് കാരമൽ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കാരമലൈസ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വെള്ളം ചൂടാക്കാൻ വെക്കാം. അതും 1 കപ്പ് വെള്ളം തന്നെ ആയിരിക്കണം. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് 1 കപ്പ് വെള്ളം. അപ്പോൾ അതാ ഇപ്പോൾ ഈ പഞ്ചസാര കട്ട പിടിച്ചിരുന്നത് ഇപ്പോൾ അതാ പതുക്കെ അലിഞ്ഞ് വരുന്നുണ്ട്. അതിനി മുഴുവനും അലിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കളറും മാറും. അപ്പോൾ അതാ ഇപ്പോൾ എല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറും നല്ലൊരു കാരമൽ കളറ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കേക്കിനൊക്കെ എടുക്കുന്ന അത്രയും ഒരു ഡാർക്ക് കളറ് ആവശ്യമില്ല നമുക്കിവിടെ. ഇത്രയും ഒരു കളറ് മതി, ഒരു കാരമൽ കളറ് മതി ഈ പായസത്തിന്. അപ്പോൾ അങ്ങനെ നല്ല ഒരു കളറ് കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചൂടാക്കിക്കൊണ്ടിരുന്ന വെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം കൂടെ തെറിക്കും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഈ 1 കപ്പ് വെള്ളം, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് വീണ്ടും നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതുവരെ ഇത് ഒന്നുകൂടെ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് കട്ടയൊക്കെ പിടിച്ചിട്ടുണ്ട് പഞ്ചസാര. അതൊന്നും കുഴപ്പമില്ല, അത് എല്ലാം അലിഞ്ഞ് വരും. കുറച്ച് സമയമാകുമ്പോഴത്തേക്കും എല്ലാം അലിഞ്ഞ് നന്നായിട്ട് ചേർന്ന് വരും. അപ്പോൾ അതുവരെ നമ്മളിത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, കട്ടയായിട്ട് കണ്ട പഞ്ചസാര ഒക്കെ അലിഞ്ഞിട്ടുണ്ട്. നല്ലൊരു കളറ് കാരമൽ സിറപ്പ് കിട്ടിയിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുന്ന പാത്രം എടുക്കുക. അപ്പോൾ നിങ്ങൾ ഉരുളി എടുക്കുന്നെങ്കിൽ ഉരുളി വെക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുക്കുന്നത്. ഞാൻ ഇതിലാണ് എപ്പോഴും പായസം ഉണ്ടാക്കുന്നത്, ചെറിയ ക്വാണ്ടിറ്റിയിലാണെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ ഉരുളി എടുക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഇവിടെ 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ അറ്റത്തെ ബ്രൗൺ കളർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ചുമ്മാ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്തതാണ്.
അപ്പോൾ ഈ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ നമുക്കിനി ഈ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കാരമലിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റണം. ഉരുളിയിലൊക്കെ ആണെങ്കിൽ എളുപ്പമാണ്, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആണെങ്കിലും അതിൽ വഴറ്റാൻ എളുപ്പമാണ്. എൻ്റെ ഇപ്പോൾ സ്റ്റീൽ ആയതുകൊണ്ട് ഇച്ചിരി പാടാണ്, അതാ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതൊരു പേസ്റ്റ് പോലെ ആവും. ഒത്തിരി ആയില്ലെങ്കിലും കുറച്ചൊക്കെ പേസ്റ്റ് പോലെ ആവും. നമുക്കൊരു അലുവയുടെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ആവും. അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ബ്രെഡ് വറുക്കുന്ന ഒരു ടേസ്റ്റ് വരും. നല്ല ആ നെയ്യിലൊക്കെ കിടന്ന് ഒന്ന് വഴറ്റുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും ബ്രെഡിന്. അപ്പോൾ ഒരു 4-5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് കാഷ്യൂനട്ടും കിസ്മിസും ചേർക്കാം. ഇവിടെ ഞാൻ വറുത്തല്ല ചേർക്കുന്നത്, ഈ ബ്രെഡിൻ്റെ കൂടെ തന്നെ ഇട്ട് ഇതിൻ്റെ കൂടെ തന്നെ വഴറ്റിയെടുക്കുവാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ, ഈ കശുവണ്ടിയുടെയും കിസ്മിസിൻ്റെയും. ഞാനിപ്പോൾ ഒരു ഹാൻഡ്ഫുൾ അല്ലെങ്കിൽ ഒരു കൈപ്പിടിക്കാണ് എടുത്തേക്കുന്നത് കശുവണ്ടിയും കിസ്മിസും. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാഷ്യൂനട്ടൊക്കെ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 4-5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ കാണാം നിങ്ങൾക്ക് ഇതൊരു ഹൽവ പോലെ അല്ലെങ്കിൽ അലുവ പോലെ ആവുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 6 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് മിൽക്ക് എടുക്കാം, അല്ലെങ്കിൽ മിൽക്ക് പൗഡർ വെച്ചിട്ട് പാൽപ്പൊടി വെച്ചിട്ട് പാൽ കലക്കി ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ പാൽപ്പൊടി വെച്ചിട്ട് പാലുണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. 6 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ കട്ടിയാവും കേട്ടോ. നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കുമ്പോൾ നല്ല ഒരു പുഡിങ് പോലെ ആവും. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് 6 കപ്പൊക്കെ കൂടുതലായിട്ട് തോന്നും, പക്ഷേ ഇത് ഇരുന്ന് നല്ല ഒരു പുഡിങ് പോലത്തെ കൺസിസ്റ്റൻസി ആവും ഇതിന്. അപ്പോൾ പാലും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇത് ഇളക്കി ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ വേണം ഇട്ട് നന്നായിട്ട് ഇളക്കി കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. പിന്നെ ഇത് കുറച്ച് സമയം എടുക്കും, ഒന്ന് ഇത് കട്ടിയായിട്ട് വരണം. അതായത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവണം. പാലൊക്കെ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ അതുവരെ ഇത് ഇളക്കി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 10-15 മിനിറ്റ് എടുക്കും കേട്ടോ. അപ്പോൾ ഇപ്പം കാണാം പാലൊക്കെ കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കട്ടിയാവാനുണ്ട് കേട്ടോ. കുറച്ചുകൂടെ നല്ലൊരു തിക്ക് ഒരു പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആവാനുണ്ട്. അതുവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ പായസത്തിന് സേമിയ പായസത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിൽ സേമിയയ്ക്ക് പകരം നമ്മൾ ബ്രെഡ് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ആരും പറയത്തില്ല ഇതിൽ ബ്രെഡാണ്. അപ്പോൾ ഒരു വെറൈറ്റി പായസമാണ്. ഇപ്പോൾ കണ്ടില്ലേ നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട് പാല്. ആവശ്യത്തിന് കട്ടിയായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടിൻ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ചേർക്കുമ്പോൾ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇട്ടതിന് ശേഷം ഒത്തിരി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അവസാനം ഞാൻ 1 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടോടെ കാണുമ്പോൾ നല്ലൊരു തിൻ അല്ലെങ്കിൽ കുടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഉള്ളത്. പക്ഷേ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പുഡിംഗ് പോലെ ആവും, കുറച്ച് തിക്ക് ഒരു കൺസിസ്റ്റൻസി ആവും. അപ്പോൾ അന്നേരം നിങ്ങൾക്കത് കുറച്ചുകൂടെ ലൂസായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ചൂട് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. പിന്നെ ബ്രെഡ് കൊണ്ടുള്ള ഒരു പായസം ആയതുകൊണ്ട് ഒരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും വേറൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.